ഹായ് നമസ്കാരം. എല്ലാവർക്കും DIY വിത്ത് ധന്യയിലേക്ക് സ്വാഗതം. ഞാൻ ധന്യ ഹരി. ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു കേരള രീതിയിലുള്ള ഗരം മസാല പൊടിയുടെ റെസിപ്പിയാണ്. ഇത് നമുക്ക് ചിക്കൻ കറിയിലോ അല്ലെങ്കിൽ മട്ടൻ കറിയിലോ ബീഫ് കറിയിലോ വെജിറ്റബിൾ മസാല കറികളിലോ അങ്ങനെ ഏത് നാടൻ രീതിയിലുള്ള കറികളിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ എന്നെ കമൻസ് വഴി അറിയിക്കുക. അതേപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം സൈഡിലുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിനി കിച്ചണിലേക്ക് പോവാം. ഗരം മസാലപ്പൊടി തയ്യാറാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ പെരുംജീരകം എടുത്തിട്ടുണ്ട്. ഈ ഒരു ടേബിൾ സ്പൂണിന് 3 ടേബിൾ സ്പൂണാണ് പെരുംജീരകം എടുത്തിരിക്കുന്നത്. ഇതിൽ എടുത്തിരിക്കുന്ന എല്ലാ അളവുകളും ഈ സ്പൂണിന് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനി വേണ്ടത് കുരുമുളക് 2 ടേബിൾ സ്പൂൺ, പട്ട 3 എണ്ണം, ഈ ഒരു സൈസിലുള്ള 3 കറുവപ്പട്ടയാണ് എടുത്തിരിക്കുന്നത്, തക്കോലം 3 എണ്ണം, ഏലയ്ക്ക 1 ടേബിൾ സ്പൂൺ, വറ്റൽമുളക് 1 എണ്ണം, ബേ ലീഫ് 1 എണ്ണം, മല്ലി 1 ടേബിൾ സ്പൂൺ, ഗ്രാമ്പു 1/4 ടേബിൾ സ്പൂൺ, ജാതിപത്രി 1 എണ്ണം. ഇനി ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കിത് ഒരു പാൻ ചൂടാക്കിയിട്ട് എണ്ണ ഒഴിക്കാതെ തന്നെ ഈ മസാലകളെല്ലാം ചേർത്തൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇവിടെ ഞാനൊരു പാൻ സ്റ്റൗവിൽ വെച്ച് നന്നായി ചൂടായിട്ടുണ്ട്. പാൻ നന്നായി ചൂടായി കഴിഞ്ഞപ്പോൾ നമുക്കിനി മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കി കൊടുക്കണം. ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡ്രൈ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇത് നന്നായി പൊടിഞ്ഞ് കിട്ടുകയുള്ളൂ മസാല. ഇതിപ്പോൾ പതുക്കെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്കിത് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷവും നന്നായി ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പാനിൻ്റെ ചൂട് കാരണം ഇത് കരിഞ്ഞു പോവും. അപ്പം നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും, ഏലക്കയൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്, നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇത് ആറിയതിന് ശേഷം വേണം നമുക്കിത് പൊടിച്ചെടുക്കാനായിട്ട്. നമുക്കിതൊന്ന് ആറാൻ വെക്കാം. ഇപ്പോൾ നമ്മുടെ ഗരം മസാലപ്പൊടി തയ്യാറായിട്ടുണ്ട്. നന്നായി മസാലകളെല്ലാം നന്നായി ആറിയതിന് ശേഷം ഞാൻ പൊടിച്ചെടുത്തതാണ്. ഇപ്പോൾ കടയിൽ മേടിക്കാൻ കിട്ടുന്നത് പോലെ തന്നെ നല്ല ഫൈൻ പൗഡറായി ഇത് വന്നിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും നമ്മൾ കടയിൽ പാക്കറ്റിൽ മേടിക്കാൻ കിട്ടുന്ന ഗരം മസാലപ്പൊടിക്ക് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഗരം മസാലപ്പൊടിയുടെ ആ ഒരു ഫ്ലേവറോ അല്ലെങ്കിൽ ആ ഒരു സ്മെല്ലോ ഒന്നും കിട്ടില്ല. ഇതേത് കറിയിൽ ചേർത്ത് കഴിഞ്ഞാലും ഇതിൻ്റെ ആ ഒരു ഫ്ലേവർ നമുക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ട് തന്നെ അറിയാൻ പറ്റും. ഏത് കറിയിൽ ചേർത്ത് കഴിഞ്ഞാലും ആ കറിയുടെ ടേസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യും ഈ ഗരം മസാലപ്പൊടി. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻസ് വഴി എന്നെ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം.